കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Aquastar Rain Water Pipes. മറ്റെല്ലാം ചുമ്മാ. നമ്മളുടെ കുടുംബത്തിൽ ഒരുപാട് അഭിനയ കൊലപതികളുണ്ട്. ഗിരീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ഉണ്ണിമായ പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവ് എന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. പടം പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിൻ്റെ സെക്കൻഡ് പാർട്ട്. പാമലേട്ടന് ഭീഷ്മ പോലെ, അമ്പുകയ്ക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ. ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5ാമത്തെ പടമായിരുന്നു പ്രേമലു. 6ാമത്തെ പടം കരട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് പോത്തൻ്റെ ആയിരുന്ന റോയിയാണ്. റോയി ജസ്റ്റ് ഒന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സച്ചിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചൻ്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക്. അപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ. കണ്ടോ, ഇനി കിട്ടത്തില്ല. ഇതാണ് റോയി. റോയിയാണ് കരട്ടെ ചന്ദ്രൻ്റെ സംവിധായകൻ. പ്രൊഡക്ഷൻ നമ്പർ 7 ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും. പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ്. പ്രേമലു 2 പ്രേമലു 1-നേക്കാളും മോർ ഫൺ, മോർ എനർജറ്റിക് പടമായിരിക്കും എന്ന് മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു പ്രേമലു 1-നേക്കാളും നല്ല പടമായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിനിമ ഓവർസീസിൽ ഫാർസ് ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ ഓവർസീസിലുമൊക്കെ മികച്ച അഭിപ്രായങ്ങളായി. ആ സമയത്ത് നമ്മുടെ SS കാർത്തികേയ അദ്ദേഹം സിനിമ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരികയും അവിടുന്ന് തെലുങ്കിലും തമിഴിലുമായിട്ട് 2 ലാംഗ്വേജിലും കൂടെ നമ്മൾ പ്രേമലു റിലീസ് ചെയ്തു. മലയാളം വേർഷൻ പോലെ തന്നെ തെലുങ്കിലും തമിഴിൽ റെഡ് ജെയിൻ്റാണ് പ്രേമലു പ്രസൻറ്റ് ചെയ്തത്. 2 ലാംഗ്വേജിലും സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ റോംകോം ജോണറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി തന്നെ പ്രേമലു അതിൻ്റെ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. OTT റിലീസായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിട്ടും സിനിമ ഇപ്പോഴും കേരളത്തിലും തമിഴ് വേർഷൻ തമിഴ്നാട്ടിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ മലയാള സിനിമ അങ്ങനെ ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ വരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരു സമയത്ത് ആണ് പ്രേമലു തിയേറ്ററിനെ അപ്രോച്ച് ചെയ്തത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു സിനിമയ്ക്ക് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന തരത്തിലേക്ക് വിജയിക്കാനും മലയാളത്തിന് പുറത്തേക്ക് പോലുമുള്ള പുതിയ മാർക്കറ്റുകളിൽ മലയാള സിനിമയ്ക്ക് സാധ്യത തേടാനും പ്രേമലുവിന് കഴിഞ്ഞു എന്നുള്ളത് പ്രേമലുവിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രേമലു എന്ന സിനിമയുടെ
ആയി നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സഹകരിച്ചിട്ടുള്ളവർ മാത്രമാണ്, പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല. എല്ലാം പ്രേമലുവിൻ്റെ ആൾക്കാർ തന്നെ. നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് 100% അഭിമാനിക്കാം, ഭയങ്കര സന്തോഷിക്കാം. പ്രേമലു എന്ന ചിത്രത്തിൻ്റെ വിജയം, ആ സിനിമ സാധ്യമാക്കിയ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനെയും ആർട്ടിസ്റ്റിനെയും, ഈ സിനിമ ലോകത്തെമ്പാടും കൃത്യമായി അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ച മുഴുവൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചവരെയും ഇതിൻ്റെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരോടും ഒക്കെയുള്ള ഭാവന സ്റ്റുഡിയോസിൻ്റെ നന്ദി ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ തന്നെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോർമലായിട്ട് ഈ പ്രോഗ്രാം മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പരസ്പരം നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായത് പങ്കുവെക്കാനും, ഈ സിനിമ ഉണ്ടാക്കിയെടുത്ത, ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ആദരിക്കുവാനുമാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും സിനിമയുടെ വിജയം അത്ര വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത്രയും പേരുടെ മൊമെൻ്റോ വിതരണമൊക്കെ ആയതുകൊണ്ട് നമുക്കധികം സമയമെടുക്കാതെ തന്നെ ഈ ചടങ്ങ് തീർക്കാം. എങ്കിലും എല്ലാവരുടെയും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാം. അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. പ്രേമലുവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് അഭിനയ കൊലപതികളുണ്ട്. ഗിരീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ഉണ്ണിമായ പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവെന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. നമ്മുടെ പയ്യൻ ഫഹദ് ഫാസിൽ വലിയ താമസമില്ലാണ്ട് കയറും. അപ്പോൾ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും അത് ചെയ്തിട്ടില്ല, ഞാൻ അത് ചെയ്തു. അപ്പോൾ സന്തോഷം. ആ രീതിയിൽ തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭയങ്കര അസൂയാണ്. ഒരു ആക്ടേഴ്സ് ആയതിൻ്റെ ശല്യം എനിക്ക് സഹിക്കുക വയ്യാണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് ഷെഡി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക, ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് ഷെഡി നടത്തി തന്നു. എന്നെ ഒരു ഓഡീഷന് നിർത്താൻ പോലും കൊള്ളില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് എന്ന് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ദിലീഷ് പോത്തൻ പോലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിരീഷ് ഷെഡി എന്നെപ്പോൾ തന്നെ ഒരു ബിഎഡോ ആയതുകൊണ്ട് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ലായിരുന്നു. നമുക്കറിയാം, സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ്, നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കൊടുത്തു. അത് ഗിരീഷ് ഷെഡിയുടെ ആവശ്യമാണ്. ഗിരീഷ് ഷെഡി നടത്തി ബ്യൂട്ടിഫുള്ളായിട്ട്. എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ ആൾക്കാരിപ്പോൾ പഴയതുപോലെയല്ല, കണ്ടാൽ തന്നെ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന്, സില്ലിനെസ് മടങ്ങി തന്നതിന് ഗിരീഷ് ഷെഡിയോട് പമ്പവാസം നന്ദി പറയുന്നു. ബാക്കി വരും പോലെ കാണാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അന്ന ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടാ, വെൽക്കം. സോ ഹാപ്പി ടു സീ യു ബോത്ത്. ഞാൻ ഒരു കാര്യം പറയാം. പ്രേമലുവിൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം പകുതിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. അത് ഇന്നാണ് സഫലമായത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസും കണ്ടന്റൊക്കെ ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ കിരണും ഗിരീഷുമാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത്. ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ്കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. വളരെ സന്തോഷം. എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ പ്രസ് മീറ്റിൽ ഇരുന്നതിനെക്കാട്ടി ടെൻഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. എന്നു എനിക്കറിയില്ല. പ്രസ് മീറ്റിൽ അന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം
ദിലീഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ പോയി ഇരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, എന്താണെന്നറിയില്ല. എല്ലാവരും ഇരിക്കുന്നുണ്ടാകും മേ ബി. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ, Karthikeya sir. I'm getting a lot of messages from Telugu people as well. My Instagram is filled with Telugu messages actually. I'm not understanding most of them, but I'm happy with that. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇവന്റ് കാണാൻ പറ്റിയതിലും. എൻ്റെ ആദ്യത്തെ ഒരു ഇവന്റാണ് ഇങ്ങനൊരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പോൾ OTT കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം. ശ്യാം എന്തായാലും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ? അത് നോർമലായിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്യുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊരു പാട്ട് പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു. പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഓൾറെഡി എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ, ഹായ്. വിഷ്ണു ബ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു 2007-2008 സമയത്തൊരു സുന്ദരിയവ എന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് ഫ്ലൂട്ട് വായിച്ചത് വിഷ്ണു ബ്രോ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തേക്കുന്ന വിഷ്ണു ബ്രോ ആണ്. വിഷ്ണു ബ്രോ, വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ പടത്തിലൊരു പാട്ട് തന്നെ ഞാൻ പാടാം. കണ്ടൊരിക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM നിന്നളിയേ അങ്ങ് പൊത്തി വച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞു പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കതേൽക്കാതെ വടക്കുന്ന് കിഴക്ക് മുതല് നിരക്കുന്നിതകത്ത് ചിലത് വലിച്ചൊക്കെ പൊകിച്ച് പലത് പച്ചപ്പൂ മണമുള്ള ബൊമ്മലുവേ നാദി ബൊമ്മലുവേ ബൊമ്മലു നീവു നാദി ബൊമ്മലുവേ എടിച്ചായ പാനി തപ്പിലെ റോഡരികെ ആ തുടി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കുടൂ നീ സുമ്മഹായി തരിങ്കേ. താങ്ക് യു സോ മച്ച് ശ്യാം. ഞാൻ ദിലീഷ് ചേട്ടിയുടെ ആദ്യം 3 പടത്തിലും ബിഗ് ടൈം ഫാനാണ്. അതുകൊണ്ടാണ് ഇതിന് വിളിച്ചപ്പോൾ ഇതൊരു സ്റ്റേജിൽ വിളിച്ച ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ് ഇത്. 4 പടം ചെയ്തു, 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷെ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന് നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടതെന്ന് അറിയില്ല, മറന്നുമില്ല. പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട് ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് കാണിച്ചത്. അത് നമുക്കിപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെല്ലാ സെറ്റിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നുമില്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നു ഇത്. കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നു ഇത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങി എല്ലാവരുടെ പേരും പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക്
ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much and once again congratulations. ആദ്യം തന്നെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അതും ഗിരീഷേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിന്റെ സക്സസ് സെലിബ്രേഷൻ, അതും പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗിരീഷേട്ട, സച്ചിൻ എനിക്ക് തന്നതിന്. താങ്ക് യു ഭാവന, ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, ബാദുക്ക. താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന്. ആൻഡ് കോ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ പ്രേമലു ടീം, നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല. നമ്മളെ കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴാണ് നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. അയ്യോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേമലു 2-നും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വരുന്നത്. അതും ഗിരീഷ് ഏട്ടൻ്റെ പടത്തിന് തന്നെ നമുക്കൊരു 100 കോടി ക്ലബിൽ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പം അതിൽ നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നസ്ല പറഞ്ഞ പോലെ പ്രേമലു 2-ലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവന സ്റ്റുഡിയോസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഇത് ഇത്രയും വലിയ ഒരു സ്കെയിലിൽ പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു ആക്ച്വലി. അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം, നിങ്ങൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ് പ്രേമലു ടീം, എവ്രി വൺ, എല്ലാ ആർട്ടിസ്റ്റുകളും അതേപോലെ തന്നെ പ്രേമലു, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമലുവിൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരോടും വൺസ് മോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇങ്ങനൊരു പ്രസംഗം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഷീൽഡ് വഴി പോവാം എന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് എന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചൊക്കെ മറന്നു. എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാകാനൊന്നും പറ്റിയിട്ടില്ല. ഒരുമിക്ക പടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ വലിയ അവസരം തന്നതൊക്കെ. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അതിവിടെ പറയാണ്. താങ്ക് യു ഗിരീഷേട്ട. ഒപ്പം ശ്യാമേട്ടൻ, ദിലീഷേട്ടൻ, ഫഹദുക്ക, നമ്മുടെ എല്ലാ ടീമും, അജ്മല്, ആകാശേട്ടൻ, ആരുടെങ്കിലും വിഷ്ണു ചേട്ടൻ, ആരുടെങ്കിലൊക്കെ പേര് പറയാൻ തുടങ്ങിയാൽ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, നെസ്ലിൻ, മമിത, ശ്യാം, അൽത്താഫിക്ക, മാത്യു, മീനാക്ഷി, അഖില, എല്ലാവരും ഭയങ്കര, നെസ്ലിൻ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നു, അപ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും, ഞാൻ ഫെബ്രുവരി 8-ാം തീയതി റിലീസിന്റെ തലേന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുകയാണോന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രേമലു 2 വരുന്നത്. സ്വപ്നം ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം തരുന്ന ഇതിവിടെ ഇങ്ങനെ
പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഗിരീഷ് ചേട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. കൂടാതെ ദിലീഷ് ചേട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണി ചേച്ചി, ഫഹദക്ക, അങ്ങനെ എല്ലാവർക്കും. പിന്നെ SS കാർത്തികേയൻ സാർ, നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വൻ വിജയമായിരുന്നു. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ഒന്ന് ബാലസുരേഷാണ്, അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ചേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ നേരങ്ങൾ ചെല്ലായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. കുറച്ചു നേരം മുമ്പ് ദിലീഷ് ചേട്ടനും ഗിരീഷും കൂടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ എന്തിനാണെന്നറിയില്ല, രഹസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളാണ് ഈ പടത്തിൻ്റെ ബാക്കി. അപ്പോൾ പ്രേമലു ചൊല്ലും ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും ഭാവന സ്റ്റുഡിയോസിൻ്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവർക്ക് എന്തോ ഒരു മനസ്സിന് എന്തോ പ്രശ്നം. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.